ഇന്ന് ഞാനിവിടെ ട്യൂട്ടി ഫ്രൂട്ടി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ട്യൂട്ടി ഫ്രൂട്ടി കേക്ക് ഞാൻ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ പ്രഷർ കുക്കർ പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ഏകദേശം 2 കപ്പ് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതിനു മുൻപും പ്രഷർ കുക്കറിൽ കേക്ക് ഉണ്ടാക്കുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഈ ഉപ്പിനി ഉപയോഗിക്കുമോ അതേ കളയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ ഉപ്പ് സൂക്ഷിച്ച് മാറ്റി വെക്കും. ഇതുപോലെ അടുത്ത ബേക്കിങ്ങിന് ഞാൻ ഇത് തന്നെ ഉപയോഗിക്കും. കണ്ടോ, അതുകൊണ്ടാണ് ഈ ഉപ്പിന് ചെറിയൊരു കളർ മാറ്റമുള്ളത്. ഇനി ഇതിന് മുകളിലേക്ക് ഞാനിവിടെ ഒരു ലെവൽ പ്ലേറ്റ് വെച്ചു കൊടുക്കുവാണ്. അതുപോലെ ഒരു ലെവൽ പ്ലേറ്റ് വെച്ചിട്ട് ഈ കുക്കർ മൂടി വെക്കും. ഇതിന്റെ വാഷർ നമ്മൾ ഊരത്തില്ല, വാഷർ ഇതുപോലെ തന്നെ വച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുക്കർ മൂടിയിട്ട് 5 മിനിറ്റ് നമുക്കിത് വെച്ച് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. അതായത് 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഈ ഹോളിൽ നിന്ന് കുറച്ച് സ്റ്റീം വരും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും കുക്കർ പ്രീഹീറ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് കേക്കിന്റെ കൂട്ട് തയ്യാറാക്കാം. വലിയൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനി ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല, പൊടിക്കാതെയാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഒരു 5-6 മിനിറ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കണം. ഇലക്ട്രിക് ബീറ്റർ ഉള്ളവർ അതിലിത് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകും. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ബീറ്ററൊന്നും ഇല്ലാതെ ഓവനൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഈ പ്രഷർ കുക്കറിൽ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു, ഓവൻ ഇല്ലാത്തവർ എന്ത് ചെയ്യും, അവരെങ്ങനെ കേക്ക് ബേക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വന്നു. പക്ഷെ നമ്മളിത് നന്നായിട്ട് നല്ല സ്പീഡിൽ തന്നെ ഒരു 5-6 മിനിറ്റ് കൈ എടുക്കാണ്ട് ഇതുപോലെ വിസ്ക് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഫ്ലഫി ആയിട്ട് വരത്തില്ല. ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വന്നാൽ മാത്രമേ കേക്കിന്റെ സ്ട്രക്ചർ ശരിയാകത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് മെൽറ്റഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചർ ബട്ടറാണ്. അത് ഇതിലേക്ക് ഒഴിച്ച് വീണ്ടും ഇതൊന്ന് 2-3 മിനിറ്റ് വിസ്ക് ചെയ്ത് കൊടുക്കാം. ഇനി ബട്ടർ ചേർക്കണ്ട എന്നുള്ളവര് ഈ ബട്ടറിന് പകരം 1/2 കപ്പ് ഓയിൽ ചേർത്താലും മതിയാകും. ബട്ടർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വനില എസൻസ് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ബേക്കിംഗ് പൗഡറും വാനില എസൻസും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് മൈദ മാവ് അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ അതെടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഇതിലേക്ക് തട്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ തട്ടി വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കട്ടയായിട്ട് അവിടെ കിടക്കും. കുറേശ്ശെ നമ്മൾ തട്ടി ഇത് മിക്സ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ മിക്സായി വരും. മൈദ ചേർത്ത ശേഷം ഒരുപാട് ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കട്ടയില്ലാതെ എല്ലായിടവും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കണ്ടോ, മൈദ ചേർത്ത ശേഷം ഇത് കുറച്ച് തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. ഈ പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാനിവിടെ 1 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇത് ട്യൂട്ടി ഫ്രൂട്ടി കേക്കല്ലേ, അപ്പൊ ഇതിൽ നല്ലതുപോലെ ട്യൂട്ടി ഫ്രൂട്ടി വേണം. അതുകൊണ്ടാണ് ഞാനിവിടെ 1 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി 3 കളറിലുള്ളത് മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. യെല്ലോ, റെഡ്, ഗ്രീന്. ഇത് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വിസ്ക് മാറ്റിയിട്ട് ഒരു സ്പാച്ചിലുണ്ട് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കേക്കിന്റെ കൂട്ടിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിന്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം.
ഇതിൻ്റെ സൈഡിലും ഒക്കെ നല്ലതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് എടുക്കണം. ഇനി ഇതിന് പുറത്തേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുവാണ്. ഇനി ഈ കേക്കിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഈ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ ഞാൻ ടാപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ഇട്ട് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതിവിടെ ആവി വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കുക്കർ പ്രീ ഹീറ്റ് ആയെന്നാണ്. ഇനി ഈ കുക്കർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കേക്കിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാം. കുക്കർ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഉപ്പും ആ പ്ലേറ്റും ഒക്കെ നല്ലതുപോലെ ചൂടായിരിക്കുവാണ്. ഇനി ഈ ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ട്രേ ഇതിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കാം. ഇതിനുള്ളിലേക്ക് വെക്കുമ്പോൾ കൈ പൊള്ളാതെ വേണം വെക്കാനുള്ളത്. കുക്കർ നല്ല ചൂടായിരിക്കുവാണ്. ഇനി നമ്മൾ കുക്കറിന്റെ വാഷർ ഊരത്തൊന്നുമില്ല. കുക്കറിന്റെ വാഷർ ഇതിൽ തന്നെ വെച്ചിരിക്കും. കുക്കർ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കാം. കുക്കറിലേക്ക് വെയിറ്റ് ഇടത്തില്ല. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 40-45 മിനിറ്റ് ഈ കേക്ക് ഇതുപോലെ വെച്ച് ബേക്ക് ചെയ്തെടുക്കും. ഫ്ലെയിം കൂട്ടരുത്. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ കേക്ക് കരിഞ്ഞു പോകും. ഇതിവിടെ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കേക്ക് ഇവിടെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്ക്യൂവേഴ്സ് കൊണ്ട് ഇതൊന്ന് കുത്തി നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്ന്. സ്ക്യൂവേഴ്സ് ഇവിടെ നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം കേക്ക് ഇവിടെ പാകത്തിന് വെന്ത് വന്നു എന്നാണ്. ഇനി നമുക്കിത് കുക്കറിൽ നിന്ന് പുറത്തെടുക്കാം. നമ്മളിത് പുറത്തെടുക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇത് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. കണ്ടോ ഈ ഇരിക്കുന്ന ഉപ്പ്. ഇനി നമുക്ക് അടുത്തിനി കേക്ക് ഉണ്ടാക്കുമ്പോഴേ ഇത് എടുത്ത് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. കേക്ക് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തണുത്ത ശേഷം വേണം ഈ കേക്ക് ടിന്നിൽ നിന്ന് ഇത് പുറത്തെടുക്കേണ്ടത്. കാരണം ഇത് തണുത്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഇളകി കിട്ടത്തുള്ളൂ. കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് പതുക്കെ ഒരു സ്പാച്ചിലുണ്ട് ഒന്ന് വിടിയിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അത് പുറത്തെടുക്കാം. ഈ ബട്ടർ പേപ്പർ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. കണ്ടോ, നമ്മളിത് ഓവനിൽ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അതേ സ്ട്രക്ചറാണ്. നല്ല ഓവനിൽ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അതേ മണവുമാണ് ഈ കേക്കിനുള്ളത്. കണ്ടോ, ഇതാണ് ഈ കേക്കിൻ്റെ അടിഭാഗം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ കേക്ക് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ട്യൂട്ടി ഫ്രൂട്ടി കേക്കാണിത്. പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ട്യൂട്ടി ഫ്രൂട്ടി കേക്ക് ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.